നമസ്കാരം. പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളുടെ പൂണൂൽ നിർബന്ധമായി അഴിപ്പിച്ചു എന്ന പരാതി ഉയരുകയാണ്. കർണാടകയിൽ നിന്നാണ് അത്തരത്തിൽ ഒരു പരാതി വരുന്നത്. കർണാടകയിലെ ആദി ചുനഗിരി ഇൻഡിപെൻഡൻറ്റ് PU കോളേജിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ഈ കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ CET പരീക്ഷ എഴുതാനെത്തിയ 3 വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ പൂണുനൂൽ അഴിച്ചു മാറ്റാൻ ഗേറ്റിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ ആവശ്യപ്പെട്ടത്. കോപ്പിയടി പോലെയുള്ള പല കാരണങ്ങൾ ഇപ്പോൾ ഇവർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇത്തരത്തിൽ കോപ്പി അടിക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ ദേഹപരിശോധന നടത്തുന്നത്. സാധാരണഗതിയിൽ ഉള്ള ആടയാഭരണങ്ങളല്ലാതെ മറ്റൊന്നും അവർ അനുവദിക്കാറില്ല. ഈ കനത്തിലുള്ള കമ്മലുകൾ ധരിക്കുക, വലിയ കനത്തിലുള്ള ബട്ടൺസുകൾ ധരിക്കുക, തീർത്തും ഫോർമൽ അല്ലാത്ത തരത്തിലുള്ള കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊന്നും തന്നെ ഇപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിൽ അനുവദനീയമല്ല. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ പൂണൂൽ പോലെ നിരുപദ്രവകാരിയായ ഒരു മതചിഹ്നത്തെ ഇത്തരത്തിൽ അപമാനിക്കുകയും അത് നിർബന്ധിച്ച് ഊരിവയ്പ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ്. അത് അവിടെ നിന്നും ശരീരത്തിൽ നിന്നും ഊരിവയ്പ്പിക്കുക മാത്രമല്ല, അത് നശിപ്പിച്ച് കളയുക കൂടി ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന 3 വിദ്യാർത്ഥികളാണ് അവിടെ പരീക്ഷ എഴുതാനായി സെൻറ്ററിലേക്ക് എത്തിയത്. 3 വിദ്യാർത്ഥികളോടും പൂണൂൽ മാറ്റാനായി സുരക്ഷാ ജീവനക്കാർ ആവശ്യപ്പെടുന്നു. ഈ 3 വിദ്യാർത്ഥികളിൽ ഒരാൾ തനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർത്തു. പക്ഷേ ഇങ്ങനെ എതിർക്കാത്ത 2 വിദ്യാർത്ഥികളെ നിർബന്ധപൂർവം പൂണൂൽ അഴിച്ചു മാറ്റിയ ശേഷമാണ് പരീക്ഷ എഴുതിപ്പിച്ചത്. എതിർത്ത വിദ്യാർത്ഥിയെ പൂണൂൽ ധരിച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു. മറ്റു 2 വിദ്യാർത്ഥികളുടെ പൂണൂൽ പിടിച്ചു വാങ്ങി അത് പൊട്ടിച്ച ശേഷം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഇതിൽ വലിയ പ്രതിഷേധം കർണാടകയിൽ ഇപ്പോൾ തന്നെ ബ്രാഹ്മണ സമുദായ അംഗങ്ങളിൽ നിന്നും ബ്രാഹ്മണ സമുദായ സംഘടനകളിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. അവർ ഡെപ്യൂട്ടി കമ്മീഷണറെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് പരിശോധിച്ച് ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അസ്വാഭാവികമായ ആടയാഭരണങ്ങൾ പരീക്ഷാ സെൻറ്ററിൽ അനുവദിക്കില്ല എന്ന ഒരു നയം അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ ആ ഗണത്തിൽ പൂണുനൂൽ പോലെയുള്ള കാര്യങ്ങൾ പെടുത്തുക എന്നുള്ളത് അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അത് നിർബന്ധിച്ച് ഊരിവയ്പ്പിക്കുക, അതിനുശേഷം അതിനെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം മതത്തെ അപമാനിക്കുക, അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അപമാനിക്കുക എന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് അവിടുത്തെ ബ്രാഹ്മണ സംഘടനകളെല്ലാം അവകാശപ്പെടുന്നത്. കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നുവെന്നും കർണാടകയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സർക്കാരായിരിക്കും ഇനി ഉണ്ടാവുക എന്നുമൊക്കെ വാഗ്ദാനം ചെയ്തതാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. പക്ഷേ കർണാടക സർക്കാർ ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തുന്ന ഒരു സർക്കാരായി മാറ്റിയിരിക്കുകയാണ്. ഹിജാബ് ധരിച്ച് എത്തുന്ന വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് തടഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ ബഹളം കൂട്ടിയ കോൺഗ്രസ് ഇപ്പോൾ പൂണൂൽ പൊട്ടിച്ചെറിയുന്നതിന് ഒപ്പം നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയാണ് എന്ന ഒരു വലിയ പ്രതിഷേധമാണ് അവിടുത്തെ ഒരു വിഭാഗം സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സംഘടനകളിൽ നിന്നും ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.